അന്യദൈവത്തെ ആരാധിക്കാതിരുന്ന 3 പേരെ എരിയുന്ന തീച്ചൂളയിൽ നിന്ന് ദൈവം രക്ഷിച്ചതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഒരിക്കൽ നെബൂഖദ്നേസർ രാജാവ് സ്വർണം കൊണ്ടൊരു വലിയ ബിംബമുണ്ടാക്കി ബാബേൽ സംസ്ഥാനത്ത് ഒരു സമഭൂമിയിൽ നിർത്തി. പിന്നീട് രാജാവ് വാദ്യനാദം കേൾക്കുമ്പോൾ സർവ്വജനങ്ങളും താൻ നിർത്തിയിരിക്കുന്ന ഈ സ്വർണബിംബത്തെ വീണ് നമസ്കരിക്കണമെന്നും ആരെങ്കിലും ഇതനുസരിക്കാതിരുന്നാൽ അവനെ ആ നാഴികയിൽ തന്നെ എരിയുന്ന തീച്ചൂളയിൽ ഇട്ടുകളയുമെന്നും ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. രാജകൽപ്പന പ്രകാരം വാദ്യനാദം കേട്ടപ്പോൾ എല്ലാ ജനങ്ങളും വീണ് സ്വർണബിംബത്തെ നമസ്കരിച്ചു. എന്നാൽ ആ സംസ്ഥാനത്തെ കാര്യാദികൾക്ക് മേൽവിചാരകരായിരുന്ന ശദ്രക്, മേശക്, അബേദ്നെഗോ എന്ന 3 പേർ ഈ രാജകൽപ്പന അനുസരിക്കാൻ കൂട്ടാക്കാതെ ബിംബത്തെ നമസ്കരിച്ചില്ല. ഇതറിഞ്ഞ രാജാവ് ഉഗ്രകോപവും ക്രോധവും പൂണ്ട് ഇവരെ 3 കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. ആ പുരുഷന്മാരെ രാജസന്നിധിയിൽ കൊണ്ടുവന്നപ്പോൾ താൻ കേൾക്കുന്നത് നേര് തന്നെയോ എന്ന് രാജാവ് ചോദിച്ചതിന്, ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ രാജാവിൻ്റെ കയ്യിൽ നിന്നും എരിയുന്ന തീച്ചൂളയിൽ നിന്നും വിടുവിക്കാൻ കഴിയുമെന്നവർ മറുപടി പറഞ്ഞു. ഇത് കേട്ട രാജാവ് കോപം ഇരട്ടിച്ചിട്ട് തീച്ചൂള 7 മടങ്ങ് ചൂട് പിടിപ്പിക്കാൻ കൽപ്പിച്ചു. രാജാവിന്റെ സൈന്യത്തിലെ മഹാബലവാന്മാരായ പുരുഷന്മാർ ഇവരെ പിടിച്ചുകെട്ടി തീച്ചൂളയിൽ ഇട്ട് കളഞ്ഞു. തീച്ചൂളയുടെ ചൂടിനാൽ ഇവരെ എടുത്തുകൊണ്ടുപോയ പുരുഷന്മാരെ അഗ്നിജ്വാല ദഹിപ്പിച്ചു കളഞ്ഞു. പെട്ടെന്ന് രാജാവ് ഭ്രമിച്ചുകൊണ്ടെഴുന്നേറ്റ് മന്ത്രിമാരോട്, നാം 3 പുരുഷന്മാരെ അല്ലയോ ബന്ധിച്ച് തീയിലിട്ടത്, എന്നാൽ 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞ് തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു. അവർക്കൊരു കേടും തട്ടിയിട്ടില്ല. 4-മത്തവന്റെ രൂപം ഒരു ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. രാജാവ് എരിയുന്ന തീച്ചുള്ളിയുടെ വാതിക്കൽ ചെന്ന് അത്യുന്നത ദൈവത്തിന്റെ ദാസന്മാരെ പുറത്തു വരുവിനെന്ന് കൽപ്പിച്ചു. അങ്ങനെ ശദ്രക്കും, മേശക്കും, അബേദ്നെഗോവും പുറത്തു വന്നു. അവരുടെ ദേഹത്തിന് തീ പിടിക്കാതെയും തലമുടി കരിയാതെയും വസ്ത്രത്തിന് കേടുപാട് പറ്റാതെയും തീയുടെ മണം പോലും തട്ടാതെയും ഇരുന്നിരുന്നു. അപ്പോൾ രാജാവ്, ഇവരുടെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ, അന്യദൈവത്തെ ആരാധിക്കാതിരുന്ന തന്റെ ദാസന്മാരെ അവൻ സ്വദൂതനെ അയച്ച് വിടുവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ വിധത്തിൽ വിടുവിപ്പാൻ കഴിയുന്ന മറ്റൊരു ദൈവം ഇല്ലായക കൊണ്ട് ആരെങ്കിലും ഇവരുടെ ദൈവത്തിന് വിരോധമായി വല്ല തെറ്റും പറഞ്ഞാൽ അവനും അവന്റെ വീടിനും കടുത്ത ശിക്ഷ നൽകുമെന്ന് രാജാവ് വിധി കൽപ്പിച്ചു. പിന്നെ രാജാവ് ഇവർ 3 പേർക്കും ബാബേൽ സംസ്ഥാനത്ത് വലിയ സ്ഥാനമാനങ്ങൾ കൽപ്പിച്ചു കൊടുത്തു. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.